കുഞ്ഞിന് മാഷായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് പല ഗുണങ്ങളുണ്ടായി. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കാനുള്ള കാര്യം, മാഷെ പോലെ അത്ര ചെറിയ ഒരാൾ, അത്ര ചെറിയ കവിത എഴുതുന്ന ഒരാൾ മലയാളികളുള്ളടത്തൊക്കെ ലോക പ്രശസ്തനാവാൻ ആണ് ശരിക്കും. അതല്ല, എനിക്കൊരു കവിത കാണാപ്പാടാൻ അറിയാമെന്ന് ഏത് മലയാളിക്കും പറയാൻ പറ്റും. ഒരു വരി ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്കൊരു കവിത അറിയുന്ന ആൾക്കാർ എത്രയധികം ആൾക്കാരുണ്ടാക്കിയത് മാഷാണ്. മാഷ അങ്ങനെ ആവാൻ കാരണം ശരിക്കും പറയുകയാണെങ്കിൽ, ഒന്ന് നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുള്ള പഴമൊഴികൾ മുഴുവൻ 10,000 പഴഞ്ചൊല്ലുകൾ ആൾ ശേഖരിക്കുക, അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് പ്രസിദ്ധീകരിപ്പിച്ചത് 12,000 ആദ്യം. അതൊക്കെ കവിതയാണ്. ഈ പഴഞ്ചൊല്ലൊക്കെ മാറ്റ കവിത പോലെ തന്നെ നമ്മൾ വാമൊഴികൾ വരതാനായിട്ട് നാടൻപാട്ട് പോലെ നമ്മുടെ ഒപ്പമുള്ളതാണ്. കടങ്കഥയും കവിത പോലെ തന്നെയാണ് എനിക്ക്. മാഷിന്റെ കവിതയും കടങ്കവിത നമുക്ക് തെറ്റും. ഇപ്പൊ കറുത്ത പൂവില്ല, വെളുത്ത മനസ്സുമില്ല, എന്നിട്ടാ എന്ന് ചോദിക്കാൻ തോന്നുന്നു. അപ്പൊ ആളുടെ കവിതയും ഇതൊക്കെ മാറ്റി കിട്ടിയിട്ടുള്ളത് ഈ പഴമയെന്ന് തന്നെയാണ്. കുരങ്ങനെ കടിപിടി കൂടി അതിലൊരു കുരങ്ങനെ തലമണ്ട പൊളിഞ്ഞ് എടുക്കട കുരങ്ങ പുളിവാറ് കൊടുക്കട കുരങ്ങ 16 എന്നുള്ളത് കുഞ്ഞിന് ഭാഷ കവിതയില്ലല്ലോ. വളരെ മുന്നേ നമ്മൾ വാമൊഴിയായിട്ട് നമുക്ക് പകർന്നു കിട്ടിയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ ഇതൊക്കെ മാറ്റി എഴുതാണ്ട്. അപ്പോൾ അതാണ് അതിലൊന്നും കൂടി എനിക്ക് ഗൗരവമായിട്ട് ഞാൻ കവിത എഴുതുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ എനിക്കൊരു തോന്നലുണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ നേരത്തെ കോവിലം പറഞ്ഞ പോലെ മലയാളത്തിൽ ശക്തി നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ മാർക്കൂസിന്റെ സാധനം വായിക്കുമ്പോൾ തന്നെ മലയാളത്തിൽ ഇതുപോലെ മേജിക്കൽ യൂണിവേഴ്സുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു എന്നാണ് കോവിലം ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത്ര ശക്തിയുള്ള സാധനം മലയാളത്തിലുണ്ട്, നമ്മുടെ ശക്തി നമ്മൾ മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നതിൽ ഒരു വലിയ കാര്യമുണ്ട്. നമ്മുടെ പുരാണങ്ങളിലും നമ്മുടെ തോറ്റമ്പാട്ടിലും ഇപ്പോൾ കല്യാണ പന്തൽ നോക്കി മാല പറഞ്ഞു ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പുഷ്പവിമാനം ഉണ്ടല്ലോ. നമ്മളെ വലിയ അഭിമാനത്തോട് ഞങ്ങളാണെങ്കിൽ വിമാനം കണ്ടുപിടിച്ച് പറയണ കൂട്ടരാ. അപ്പൊ ഇതിനൊക്കെ ഭാവനയുടെ വലിയ സ്വത്ത് നമുക്ക് ഉണ്ടായിരുന്നു, സമ്പത്തുണ്ട് ഭാവന. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ നമ്മള് കുറെ കൂടി മലയാളികളാകുമ്പോൾ അതിന്റെ തനിമയായിരിക്കും. അച്ഛമ്മയുടെ പാട്ട് നമ്മളെ ഇതൊക്കെ താല്പര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിച്ചിട്ടുള്ളതാണ്. നാടക പ്രവർത്തനം എപ്പോഴാണ്? നാടകം ഒരു 10 ദിവസത്തിൽ നാടകം നിർത്തിയാൽ കൂടി പിന്നെ ഞങ്ങൾ ഒരു തിയേറ്ററിക്കൽ ഗ്യാതറിംഗ് എന്നൊരു സംഗതി പ്രേംപ്രസാദ് ഒക്കെ കൂടി ഞങ്ങളൊരു തിയേറ്റർ ഉണ്ടായി. അത് ജോയ് മാത്യു ആണ് അതിൽ അഭിനയിച്ചും സംവിധാനം ചെയ്ത് എഴുതിയത്. അമ്മറിയാനിലൊക്കെ അഭിനയിച്ച് ജോയ് മാത്യു. അയാൾ വന്നിട്ട് അയാൾ ഒരു ഡയറക്ടറാവുകയും ഒരു നാടകർത്താവുകയും ഞങ്ങളൊക്കെ അവിടെയുള്ള ഒരുപാട് ആളുകൾ പല വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെ നാടകത്തോട് താല്പര്യമുള്ള ആളുകളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഒരു നാടകം ഉണ്ടാക്കുകയും അതിൽ ഞങ്ങളൊക്കെ പിന്നെ അഭിനയിച്ചു. അപ്പോൾ ഞങ്ങൾ 27 വയസ്സ് വരെയൊക്കെ അതിലൊക്കെ അങ്ങനത്തെ ഒരു നാടകത്തിലൊക്കെ ഞാൻ അഭിനയിച്ചു. ഈ മെയിൻ സ്ട്രീമിൽ വരുന്ന കവിതകൾ നാടൻ പാട്ടിലേക്ക് എപ്പോഴാണ് വന്നത്? ഞാൻ ഏതാണ്ട് 2 സമാന്തരമായിട്ട് എഴുതിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ആദ്യത്തെ ഒരു കവിത പുസ്തകം ഇറക്കുന്നത് 87-ലാണ്. അതിൻ്റെ പേര് വീതോണെന്നാണ്. അത് രാവണിയേട്ടൻ തന്നെ അന്നും അവതാരിക എഴുതുന്നത്. കുഞ്ഞിന് വേഷം അത് പ്രകാശനം ചെയ്യും. 2 രാവണിയേട്ടൻ പുതിയ പൂപ്പാട്ടത്തി പാട്ടിന് രാവണിയേട്ടൻ തന്നെ. അപ്പോൾ അന്ന് അതിൽ ഞാൻ ഗദ്യ കവിതകളാണ് കൂടുതൽ ചേർക്കുന്നത്. കാരണം ഗദ്യത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു അത്. കവിതയിൽ ഗദ്യം നിറഞ്ഞു നിൽക്കുന്നതും ഭയങ്കര വൈകാരികമായിട്ട് കവിത സച്ചിദാനന്ദനൊക്കെ കവിത വായിക്കുകയും ശങ്കരപ്പിള്ള കവിത വായിക്കുകയും ചെയ്ത കടവനട്ടൊക്കെ അപ്പുറത്ത് വന്നിട്ട് മലമടക്കുകളിൽ നിന്ന് വരുന്ന ശബ്ദം പോലെ കവിത നമ്മുടെ മലയാളികൾക്ക് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുമ്പോൾ തന്നെ പുള്ളിക്കാടൊക്കെ ഭയങ്കര ആർദ്രമായിട്ട് കവിതയെ സമീപിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഗദ്യത്തിനൊന്നും വലിയൊരു സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പം അക്കാഡമിയിൽ സച്ചിദാനന്ദൻ കൂട്ടരേനും ചിലത് കൂടി പറയാനുണ്ട്. ശസ്ത്രജ്ഞൻ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, തൻ്റെ മനസ്സൊന്നും സമുദ്രം പോലെ പ്രശാന്തമാണ്, ഓർത്തിരികൾക്കും മരണത്തിനും മേത് പെട്ടെന്ന് കവിതയിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കവിത കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ കിട്ടുകയാണെങ്കിൽ ഒരു ഗദ്യവിധിക്ക് ഒരു ആളെ വരുത്താനുള്ള ശക്തി ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് അപ്പുറത്തില്ല. അയാളുടെ പേര് ചന്ദ്രനായിരുന്നു. പിന്നീട് അയാൾ അറിയപ്പെട്ടത് വീണ ചന്ദ്രനാണ്. അപ്പോൾ അതൊക്കെ പറയണത് എന്താ വെച്ചാൽ കവിതയ്ക്ക് ഗദ്യത്തിന് ശക്തി ഉണ്ടെന്നുള്ളൊരു കാലഘട്ടം തന്നെ. പിന്നെ ഗദ്യം നമുക്ക് അത്ര അന്യല്ല. നമ്മുടെ ഇപ്പോൾ ഈ തോറ്റമ്പാട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടുകളായി നമ്മുടെ ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരുടെ ശരണം വിളി, ഈ പേട്ടവിളി, അതൊന്നും പദ്യം പോലെയല്ല. അതുപോലെ നമ്മുടെ ക്രിസ്ത്യ പ്രാർത്ഥനകളൊക്കെ തന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ അത് ശരിക്കും ഗദ്യം പദ്യം കൂടി ഒരു താളം ഉണ്ടെന്നുള്ളതാണ്. ശരിക്കും വേണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താളം ഉണ്ടല്ലോ. അത് ഏത് ഗദ്യ കവിതയ്ക്കും അതിൻ്റെതായ താളമുണ്ട്. അതൊരു പദ്യത്തിൻ്റെ ഗീതാവണം, നീട്ടിച്ചൊല്ലണമെന്നില്ല. ഇത് ആവണമെന്നില്ല കവിതയ്ക്ക് ഒരിക്കലില്ല. അതിപ്പോൾ കുഞ്ഞിനുമായിട്ട് പറയാറുണ്ട്, വൃത്തല്ലെങ്കിലും വൃത്തി ഉണ്ടായാൽ മതി എന്നുള്ളത്. അതാണ് പ്രധാനം. ആരും വൃത്തം. ഇപ്പം ഞാനിപ്പോൾ
വീണയും കുടവും എന്ന് പറഞ്ഞ കവിത എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ കവിത ഞാൻ വൃത്തി എഴുതിയതല്ല. അപ്പോൾ ഞാനത് ചൊല്ലിയിട്ട് രാവണിയേട്ടനെ കാണിച്ചപ്പോൾ രാവണിയേട്ടൻ പറഞ്ഞു അത് കേക്കല്ലേ എന്ന് പറയുമ്പോൾ അപ്പോഴേ ഞാൻ കേക്ക പോലെ തെല്ലി വയ്ക്കുന്നത്. വീണയും കുടവുമായി പാടുവാൻ വരാറുണ്ട് വള്ളുവാൻ അക്കിൽ നിന്നും ഉള്ളുവാനും. അപ്പോൾ നമ്മുടെ മുന്നിൽ വൃത്തമില്ല അങ്ങനെ നമ്മൾ വിചാരിക്കുക താളത്തിലെഴുതാന്ന് വിചാരിക്കാറ്. ഉണ്ട്. നമ്മളെന്തായാലും നമ്മൾ കേട്ടതൊക്കെ നമ്മൾ കണ്ടതും കേട്ടതൊക്കെ നമ്മളെ അറിയാൻ അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഈ അന്ന് അച്ഛമ്മ പാടിത്തരുന്ന പാട്ടുകൾ അല്ല അയൽവക്കത്തിൽ അമ്മമ്മ ഉണ്ടായിരുന്നു, അവരൊരു പാട്ട് പാടിത്തന്നു. അതൊക്കെ അത് കഴിയാൻ പോകാനുള്ള ഒരു വിഷമത്തിൽ നിന്ന് ആ പാട്ട് ഇന്നത്തെ പാട്ടായിട്ട് അങ്ങനെ ഞാൻ പണ്ട് തൊട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ ഒറ്റയോട് എഴുതിയിട്ടുള്ള പച്ചല പഴുക്കല ഫുട്ബോൾ ഗാനത്തിൽ പോലും അത് പച്ചല പഴുക്കല എന്നുള്ളത് പറയുന്നില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട്. അത് എവിടെ നമ്മൾ കൊണ്ട് വെക്കും, ഇതെങ്ങനെ കാണിക്കും. ഇപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിൽ കളിക്കും പച്ചല പഴുക്കല എന്ന് പറഞ്ഞിട്ടുള്ള അത് ആ സാധനം ഈ അങ്ങനെ എന്നുള്ള പാട്ട് അതിൽ മുന്നത്തെ ഫുട്ബോൾ ലോകകപ്പിന് എഴുതാൻ ഉണ്ടായൊരു കാരണം ഈ തോറ്റമ്പാട്ടുള്ള സാധനം അത് അങ്ങനെ തന്നെ ആണല്ലോ എന്ന് വേറെ രീതിയിലാണ് തോറ്റമ്പാട്ടം. നമ്മൾ എഴുതിയത് അതിന് വേറെ ഒരു രീതിയിലാണ്. അങ്ങനെ തന്നെ. അപ്പൊ ലോകകപ്പിന്റെ ഒരു പാട്ടായതുകൊണ്ട് ആരാരോ തട്ടിയുരുട്ടണ പന്തേതാണ്ടോ, ഈ ലോകം ഭൂലോകം മറ്റെന്താണ്ടോ, ഈ ലോകക്കപ്പ് ജയിക്കണത് ആരാരാണ്ടോ, കാണാൻ പോവണതല്ലേ പൂരം കണ്ടറിയാലോ. അങ്ങനെ തന്നെ അത് എഴുതിയിട്ട് കഴിഞ്ഞ ലോകപ്പിന് ഈ ലോക മുന്ന്. അതിപ്പോൾ പുതിയൊരു സിനിമയിലേക്ക് പുതുമുഖ സിനിമയിലെ പാട്ടെടുത്തിട്ട് വരികളൊക്കെ മാറ്റിയിട്ട് അൽഫോൻസ് പാടിയിട്ട് അത് ആനന്ദായിരുന്നു ആദ്യം പാടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് അൽഫോൻസ് പാടി അവിയല് ആനന്ദ്. അപ്പൊ ഈ നാടൻ പാട്ട് ഇങ്ങനെ എഴുതി വന്ന ഇപ്പോഴാണ് ആദ്യം ഇത് ഒരു പോപ്പുലർ ഇതിലേക്ക് വരുന്നത് അവിയൽ കൂടെയാണോ? അവിയല് പ്രത്യേക ഒരു വിഭാഗമാണ് അവിയല്. എങ്ങനെ അവിയലിൽ എത്തി? അവിയൽ എൻ്റെ നാട്ടുകാരായിരുന്നു ജോൺ പിവർക്കി. അപ്പോൾ ജോൺ പിവർക്കി ഒരു ദിവസം എൻ്റെ പാട്ടുകളൊക്കെ ഞങ്ങൾ വേറൊരു കസറ്റിന് വേണ്ടി ഇരുന്നപ്പോൾ ജോൺ പിവർക്കി ഞങ്ങൾക്ക് കുറച്ച് പാട്ട് വേണം. അപ്പോൾ അതിൽ ഒരു 5 പാട്ട് ജോൺ മ്യൂസിക്കിന് വേണ്ടി മേടിച്ചു. എന്നിട്ട് അതിലൊന്നും എടുത്തിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ വേറെ കാര്യത്തിന് വേണ്ടി തിരിച്ചു ചോദിക്കുമെന്ന് പറഞ്ഞു. ഒരെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു കസറ്റ് ഇറക്കാൻ വേണ്ടിയിട്ട് വേറെ പാട്ടുകൾ ആവശ്യം വന്നപ്പോൾ അത് തിരിച്ചു തരാം ചെയ്തിട്ടില്ല, തിരിച്ചു തരാൻ പറഞ്ഞപ്പോൾ ഒരു പാട്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നടന്നേട്ടാ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു രീതിയിൽ അത് വരുന്ന ഞാൻ വിചാരിച്ചിട്ടില്ല. അത് നമ്മൾ വളരെ അതെ. പക്ഷെ അവിയൽ എൻ്റെ ഒരു നല്ല കാര്യം എന്താ വെച്ചാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വെച്ചത് നമ്മുടെ നാട്ടിലുള്ള പാട്ടുകളാണ് പുതിയ ശക്തിയിലേക്ക് പുതിയ രൂപത്തിലേക്ക് കൊണ്ടുപോയി കാലത്തിനനുസരിച്ച് മാറ്റാൻ അതിൻ്റെ താളം മാറ്റാനും അല്ലെങ്കിൽ അത് നിലനിർത്തിയിട്ട് തന്നെ അതിൻ്റെ ഒരു തനിമയും തെളിമയൊക്കെ ഉള്ളപ്പോൾ തന്നെ പുതിയ സംഗീതം നിങ്ങളെങ്ങനെ ഒരു ഉപയോഗപ്പെടുത്താം, നമുക്ക് സംഗീത ഉപകരണങ്ങളായിട്ട് അങ്ങനെ ഉപയോഗപ്പെടുത്താം, അതിൻ്റെ ഈ ഓർക്കസ്ട്രേഷൻ അങ്ങനെ ചെയ്യാൻ പറ്റും. അവർ നല്ല രീതിയിൽ ചെയ്തെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ആ പാട്ട് നമുക്ക് മാത്രമല്ല നമ്മളെ മലയാളികളെ മാത്രമല്ല തൃപ്തരാക്കിയിട്ടുള്ളത്, വേറെ വൈദേശിക ഭാഷയിൽ ഇപ്പം ഇംഗ്ലീഷുകാരൊക്കെ അത് പാടുന്നുണ്ട്. ബാംഗ്ലൂരായാലും അന്യ ഭാഷയിലുള്ള ആൾക്കാരും നട്ടാന്നൊക്കെ പറഞ്ഞ് നടക്കേണ്ടുന്ന അതിൻ്റെ അവിയലിൻ്റെ ആൾക്കാരും പുറത്തുള്ള ആൾക്കാരും ഒക്കെ പറയാറുണ്ട്. വലിയ സന്തോഷമുള്ള സംഭവം. അതുപോലെ പ്രസിദ്ധമായ ഒന്നാണ് കുഞ്ഞിപ്പെണ്ണ്. അതെ, കുഞ്ഞിപ്പെണ്ണ് ആദ്യത്തെ വഴികൾ പരമ്പരാഗതമായിട്ടുള്ളൊരു അതുണ്ട്. ഞാൻ ആരോ അങ്ങനെ പ്രസംഗിക്കുമ്പോഴാണ് എനിക്ക് കേട്ടത് എനിക്ക് ഓർമ്മ. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണ് എന്നുള്ളൊരു ചെല്ല് പോലെ ഉണ്ടെന്നൊക്കെ ഒരു ആരോ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് മനസ്സിലാക്കി നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണ് എന്നുള്ള വേറെ അർത്ഥത്തിലാണ് ഞാനത് എടുത്തത്. അപ്പോൾ ഞാൻ ആ സമയത്ത് സമിതിക്ക് വേണ്ടി നാടകങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. നാട്ടിൽ ഞങ്ങൾ നാട്ടിക ഏരിയയിൽ തിയേറ്ററിക്കൽ ഗാദറിങ് പോലുള്ള നാടൻ പാട്ട് ഈ പുറോട്ട് നാടകങ്ങളൊക്കെ വെച്ചിട്ട് പുതിയ നാടകം ചെയ്യാവുന്ന രീതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനത് അവർക്കൊക്കെ വേണ്ടി പാടാലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ അത് സ്ത്രീധനത്തിനെതിരായിട്ടുള്ളത് സ്ത്രീകളെ കുറിച്ചിട്ട് ചിന്തിക്കാന്നുള്ളത് നമ്മൾ പെട്ടെന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കാനുള്ള ഒരു സംഭവം പ്രായത്തിൽ പെണ്ണാട് വാങ്ങാൻ കഴിക്കാണ്ട് നമ്മൾ അറിയാണ്ട് ചില ആങ്ങളമാരുടെ നമ്മുടെ സുഹൃത്തുക്കൾ പങ്കുവെച്ച പെങ്ങൾ കിട്ടാന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിഷമം, അല്ലെങ്കിൽ ഒരു അമ്മയുടെ വിഷമം, അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ വിഷമമൊക്കെ നമ്മൾ അപ്പോൾ അതിത് പറയേണ്ട ഒരു കാര്യമാണ് നമുക്ക് തോന്നുന്നത്. എല്ലാം ഉണ്ടെങ്കിലും സ്ത്രീധനം ഭയങ്കര മോശമായിട്ട് നമുക്കത് പണ്ട് തൊട്ട പുരുഷന്മാരുടെ അങ്ങനത്തെ ഒരു നിലപാട് നമുക്ക് വളരെ മോശമായിട്ട് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ വളരെ അത് ഞാനല്ല ആരെഴുതാൻ അങ്ങനെ ആവുമെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എൻ്റെ ഒരു താളം കൊണ്ടും
അതിൻ്റെ ഒരു ലളിതമായിട്ടുള്ള ഒരു അംശം കൂടാണ് തോന്നുന്നത്. അത് എല്ലാവരും ഏറ്റുപാടും ഇവരുടെ താളം മനസ്സിൽ നിൽക്കും. കോളേജിലൊക്കെ പക്ഷെ അപ്പൊ അറിയുമായിരുന്നോ ഈ ആ പാട്ട് കേട്ടിരുന്നപ്പോ എനിക്ക് തോന്നുന്നു അതിന്റെ ആദ്യത്തെ 2 വരി ഈ പറഞ്ഞ വരി ആയതുകൊണ്ട് അത് മുഴുവനും അങ്ങനത്തെ ഒരു പാട്ട് ചന്ദ്രേട്ടനെ പോലെ ഒരാളത് എഴുതിയാണെന്നുള്ളൊരു വിശ്വസിക്കാനൊരു ഒരു പ്രയാസമുണ്ട്. നടനടെ അതെ, കുഞ്ഞിപ്പെണ്ണും അതെ, ഒക്കെ വളരെ പ്രസിദ്ധമായി. പക്ഷെ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനാണ് അതിന്റെ പിന്നിലെ എന്നുള്ളത്. ഇതൊക്കെ ഗ്രൂപ്പുകൾ ചെയ്യുന്നത്. ഒരാളുടെ പേര് പറയും. ഭാവിയിൽ എന്ന് പറയുമ്പോൾ കസറ്റിലും പേര് വെക്കാറുണ്ട്. പക്ഷെ അത് അതിന്റെ ആൽബങ്ങളിലൊക്കെ നടന്ന ആൽബങ്ങളിലൊക്കെ ഒരു 6 പേര് വെച്ചിട്ടില്ല, ഡയറക്റ്റ് ചെയ്ത പേര് വെച്ചിട്ടില്ല. ചന്ദ്രേട്ടൻ ഇപ്പൊ ഇതിങ്ങനെ ഈ ആധുനിക സംഗീതം വന്നപ്പോൾ തന്നെ പഴയ നാടൻ പാട്ടുകൾ ശരിക്കും നമ്മുടെ ഫോക്ക് പാട്ടുകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മണ്ണിനോട് ചേർന്നിട്ടുള്ള നാടൻ പാട്ടുകൾ തന്നെ എടുത്തിട്ട് ഈ റോക്ക് വേർഷൻ അല്ലെങ്കിൽ ആധുനിക മ്യൂസിക് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ ജനങ്ങൾക്കൊരു ഇതൊരു ആള് ജീവിച്ചിരിക്കുന്ന ഒരാൾ എഴുതിയ പാട്ടാണ് എന്നുള്ളൊരു നമുക്കതിന് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിൻ്റെ പെർഫെക്ഷൻ ആ പഴയതിനോട് ഇന്നിരുന്നിട്ട് ഒരാൾ എഴുതിയ പാട്ടാന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. അല്ല, അത് എനിക്ക് എൻ്റെ ഒരു വലിയ ഗുണമല്ല. അത് നാടൻ പാട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഞാനത് എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത്. അതാണത്. എന്നാൽ നാടൻ പാട്ട് എഴുതുമ്പോൾ ഇങ്ങനെ വരാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ലളിതമായിരിക്കണം, എല്ലാവർക്കും പാടാൻ പറ്റുന്നതായിരിക്കണം. അത് പാടിയാണ് നാടൻ പാട്ട് നമ്മുടെ ഹൃദയത്തിലെത്തുന്നത്. എനിക്ക് എൻ്റെ അച്ഛൻ നേരത്തെ പറഞ്ഞ അച്ഛമ്മ എനിക്ക് പാടിത്തന്നെ അച്ഛമ്മയ്ക്ക് പണി കൊടുത്തിട്ടുള്ളത് വേറെ അവരെ അച്ഛമ്മയായിരിക്കും. വാമൊഴിയായിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പാടി വരുന്നതോടുകൂടി ശരിക്കും പറഞ്ഞാൽ നാടൻ പാട്ട് നമുക്ക് പഴയ നാടൻ പാട്ട് നമുക്ക് അറിയില്ല, നമുക്കറിയില്ല. കാരണം അത് പഴയ പ്രാചീന മലയാള ഭാഷയാണ്. അത് അങ്ങനെ പാടി ആയതുകൊണ്ടാണ് കാലഘട്ടത്തിൽ ഓരോ ആളുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിന്നെ കാണാൻ ഞാൻ എഴുതുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു സംഭവങ്ങളല്ല തോന്നിയത്. ഇതിങ്ങനെ പാടാവുന്നതും ഇപ്പം നിന്നെ കാണാൻ എന്നെക്കാൾ തോന്നുന്നു അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അങ്ങനെ തന്നെ പാടിയിട്ടാണ്. അപ്പോൾ അത് ഞങ്ങളുടെ നാട്ടിലുള്ള ഞങ്ങളുടെ ട്രൂപ്പിലുണ്ടായിരുന്ന സംഘത്തിലുണ്ടായിരുന്ന കുട്ടികളാണ് ആദ്യം പാടിയത്. അപ്പം ഞാനത് ആദ്യമായിട്ട് പാടുന്നത് ഞാൻ തന്നെയാണ്. ആകാശവാണിയിൽ അത് നോക്കുമ്പോൾ കവിത ഇല്ല. അപ്പോൾ ഈ പാട്ട് കവിതയായിട്ട് ഞാൻ ആകാശവാണി ബാലായിട്ട് ടീവരായിട്ടുള്ളപ്പോൾ കവിതയായിട്ട് ചൊല്ലിയിട്ടുള്ളതാണ് ഏറ്റവും ആദ്യം. പെണ്ണ് വന്നത് പൂപ്പാട്ടും തീപ്പാട്ടും എന്ന് പറയുന്ന സമാഹാരം. അതെ, അതിലെ ഏറ്റവും പ്രസിദ്ധമായ കവിത തന്നെയാണ്. അതായിരിക്കുള്ളൂ. കാരണം അതിന് വിഷ്വൽ എന്നോട് കൂടിയിട്ട് ഒരുപാട് ആളുകൾ അറിഞ്ഞത്. പിന്നെ അത് അതിലുപരി ഈ നാട്ടുപാട്ട് സംഘങ്ങൾ, നാടൻപാട്ട് സംഘങ്ങൾ ഒരുപാട് അത് പാടി വരികളൊക്കെ മാറ്റിയില്ലേ? അപ്പൊ അങ്ങനെ കുറെ പലരും ഈ വിഷ്വൽ വന്നിട്ടില്ല. വിഷ്വൽ ഒന്നുമില്ല. എന്റെ വരികൾ അവസാനത്തെ വരികളൊന്നുമില്ല. അവസാനത്തെ വരി പിന്നെ ചെറിയ വരികളൊക്കെ മാറ്റിയിട്ടുണ്ട്. അതൊന്നുമില്ല. അരിവാളുണ്ട് ഞാൻ കഴിയുന്നുള്ളത് വിഷ്വലൊന്നും ഇല്ല. അതല്ലേ അത് വളരെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചൊരു സംഭവം അതാണ്. കാരണം എന്താ വെച്ചാൽ ഒരു പെണ്ണ് എന്നെ ഞാനൊരു കല്യാണം കഴിച്ചില്ലെങ്കിലും, ഒരാണ് എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിലും എനിക്ക് ജീവിക്കുമ്പോൾ ഞാൻ പണിയെടുത്ത് കഴിയുമെന്നുള്ള പറയണ ഒരു ആഹ്വാനം ചെയ്യണ ഒരു അതാണ് അതിന്റെ അവസാന ഭാഗം. അതാണ് അവർ ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പൊ എന്റെ പേര് വെക്കാത്തതിൽ എനിക്ക് വിഷമമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതങ്ങനെ പാടിയിട്ട് ആർക്കും അറിയില്ലല്ലോ. അപ്പൊ ഞാൻ ആദ്യം നാട്ടുപാട്ട് സംഘം അവർ ഇറക്കിയത് വയലിന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ നാടൻ പാട്ടാണെന്ന് ധരിച്ചിട്ട് ചെയ്തതാണ്. വയലി അതെ, അവരാദ്യം ഇറക്കിയത്. അപ്പൊ അവൻ പറഞ്ഞു എനിക്കിത് അറിയില്ല കേട്ടോ, ഞാനിപ്പോഴാണ് ഇതിന് ശേഷം കാസറ്റ് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. പിന്നെ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നു തോന്നിയത് എന്താ വെച്ചാൽ അതിന്റെ ആദ്യത്തെ 2 പേര് ഞാൻ കടം കൊണ്ടുവന്നത്. അപ്പൊ അത് വേറെ ആർക്കും എങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാം. പിന്നെ നമുക്ക് അറിയാമെന്ന് നമ്മളത് എഴുതിയതിനു ശേഷം നമ്മുടെ വരി വെച്ചിട്ടാണ്. മറ്റൊന്നും എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ പിന്നെ കേട്ടു. ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ അതിന്റെ എനിക്കൊരു പഴയൊരാള് ഒരു മാറ്റ് പാടുന്നത് ഒറിജിനൽ ആൾക്കാരാണ് പാട്ട്. അപ്പൊ അതായത് വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് സമാധാനമായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ 2 പേര് തുടങ്ങുമ്പോഴൊക്കെ ഏകദേശം ഒരു ബന്ധമുണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ.